കേരള സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് 3 വേദികളിലായി വിവിധ സെഷനുകളിൽ പുരോഗമിക്കുകയാണ്. 21-ാം തീയതി വരെയാണ് സാഹിത്യോത്സവം നടക്കുക. 3 വേദികളിലായാണ് സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ സെഷനുകൾ നടക്കുന്നത്. സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന വ്യത്യസ്തമായ സെഷനുകളാണ് ഓരോ വേദിയിലും നടക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവർ സന്തുഷ്ടരാണ് എന്നുള്ളതും അർത്ഥവത്തായ സംവാദം നടക്കുന്നു എന്നുള്ളതും ആഹ്ലാദിപ്പിക്കുന്നുവെന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ പറഞ്ഞു. എല്ലാ വിഷയങ്ങളും വളരെ പ്രസക്തമായ വിഷയങ്ങളാണ്. ഒന്നുകിൽ സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രസക്തിയുള്ളവ, അല്ലെങ്കിൽ സാഹിത്യപരവും സൗന്ദര്യാത്മകവുമായ പ്രസക്തിയുള്ളവ. ആ രീതിയിൽ ഇപ്പോൾ സാഹിത്യ പത്രപ്രവർത്തനം മുതൽ ഇന്നത്തെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം വരെയുള്ള അനേകം കാര്യങ്ങൾ ഈ 3 വേദികളിലായി ഈ 4 ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ തരത്തിൽ അതിനോടുള്ള പ്രതികരണത്തിലും ഞങ്ങൾ സന്തുഷ്ടരാണ്. ധാരാളം ആളുകൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അർത്ഥവത്തായൊരു സംവാദം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേദിയിലുള്ള സംവാദമുണ്ട്, വേദിയും ശ്രോതാക്കളും തമ്മിലുള്ള സംവാദമുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു വളരെ സാർത്ഥകവും സമ്പുഷ്ടവുമായൊരു സാഹിത്യോത്സവം തന്നെയാണ് ഇത് എന്ന് ഞാൻ ഇതുവരെയുള്ള അനുഭവം വെച്ച് പറയാം. വിദേശ രാജ്യങ്ങളിലെ പ്രതിഭകൾ ഉൾപ്പെടെയാണ് വിവിധ സെഷനുകളിൽ സംസാരിക്കുന്നത്. TM തോമസ് ഐസക്, വൈശാഖൻ, സുനിൽ പി ഇളയടം, രാവുണ്ണി, ബെന്യാമൻ, മധുപാൽ, സുഭാഷ് ചന്ദ്രൻ, ദിവ്യ S. അയ്യർ IAS തുടങ്ങി നിരവധി പ്രമുഖർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. 21-നാണ് സാർവദേശീയ സാഹിത്യോത്സവം സമാപിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.